നമസ്കാരം. സ്പെഷ്യൽ കറസ്പോണ്ടന്റിലേക്ക് സ്വാഗതം. കൂടംകുളത്തിന്റെ ആണവവിരുദ്ധ പോരാട്ടങ്ങളും അതിനെ അടിച്ചമർത്താനുള്ള ഭരണകൂടത്തിന്റെ പ്രാകൃത നടപടികളും ലോകത്തിന് തന്നെ ശ്രദ്ധ നേടിക്കഴിഞ്ഞു. കൂടംകുളത്തിന്റെ ചരിത്രപരമായ പോരാട്ടത്തിന്റെ കാര്യമാണ് ഈ ആഴ്ചത്തെ സ്പെഷ്യൽ കറസ്പോണ്ടന്റ് ചർച്ച ചെയ്യുന്നത്. എല്ലാ പ്രേക്ഷകർക്കും സ്പെഷ്യൽ കറസ്പോണ്ടന്റിന്റെ മറ്റൊരു അധ്യായത്തിലേക്ക് സ്വാഗതം. நினைக்கிறானா எவனும் நாங்க நினைச்சா ஒரு நொடியில அணு குண்டை கொண்டு நாங்க அழிச்சிருவோம் அந்த இடத்தை. അതിജീവനത്തിന് വേണ്ടിയുള്ള പോരാട്ടങ്ങൾ മാനവ ചരിത്രത്തിൽ അനവധിയുണ്ട്. അതിൽ തന്നെ സമാനതകളില്ലാത്തതാണ് കൂടംകുളത്തിന്റെ ചരിത്രം. ആണവാധിഷ്ഠിത പദ്ധതിക്കെതിരെ സാധാരണക്കാരായ മത്സ്യത്തൊഴിലാളികൾ തുടങ്ങിവെച്ച സമരം ജില്ലയും സംസ്ഥാനവും രാജ്യവും കടന്ന് ലോകത്തിന് തന്നെ ശ്രദ്ധ നേടിക്കഴിഞ്ഞു. കന്യാകുമാരിയിൽ നിന്ന് കേവലം 30 കിലോമീറ്ററുകൾ മാത്രം അകലെയാണ് കൂടംകുളം. ഇരിന്തിക്കരയും കൂട്ടംപള്ളിയും ഉൾപ്പെടുന്ന മത്സ്യത്തൊഴിലാളി ഗ്രാമം. നിത്യവൃത്തിക്കായി രാവും പകലും അറിയാതെ കടലിലേക്ക് ഇറങ്ങുന്നവരാണ് ഇവിടത്തുകാരിലധികവും. രാജ്യം മുഴുവൻ നാശം വിതച്ച 2004-ലെ സുനാമി കൂടംകുളത്തെയും വെറുതെ വിട്ടില്ല. കിടപ്പാടങ്ങൾ നഷ്ടപ്പെട്ട അനേകായിരങ്ങൾ ജീവിതം വീണ്ടും കരിപ്പിടിപ്പിക്കുന്നതിനിടയിലാണ് ആണവ നിലയവും അതിനു ചുറ്റിയുള്ള സമരങ്ങളും കൂടംകുളത്തിന് മേൽ വീണ്ടും കരിനിഴൽ വീഴ്ത്തിയത്. പോരാടാനുള്ള കരളുറപ്പ് മാത്രമായിരുന്നു സമരമുഖത്തെത്തിയ കൂടംകുളത്തുകാരുടെ കൈമുതൽ. കൂടംകുളത്തെയും സമീപ പ്രദേശങ്ങളിലെയും ഗ്രാമങ്ങളിലൊട്ടാകെ 7000-ലധികം കുടുംബങ്ങളാണുള്ളത്. ജനസംഖ്യയാകട്ടെ 30,000-നടുത്തും. ആണവ നിലയത്തിനെതിരെ ഇരിന്തക്കരയിലെ പള്ളിമുറ്റത്ത് ആരംഭിച്ച സമരത്തിൽ പങ്കായ തഴമ്പുള്ള കൈകളിൽ കറുത്ത കൊടികളും മുദ്രാവാക്യങ്ങളുമായി മത്സ്യത്തൊഴിലാളികൾ ഒന്നടങ്കം അണിചേർന്നു. 2011 സെപ്റ്റംബർ മാസം 11-ാം തീയതി ഇരിന്തക്കരയിൽ ആരംഭിച്ച ഈ സമരം തമിഴ്നാടിന്റെയും രാജ്യത്തിന്റെയും ചരിത്രത്തിൽ തന്നെ നാഴികക്കല്ലായി മാറുകയായിരുന്നു. ജനകീയ ചെറുത്തുനിൽപ്പുകൾക്ക് മിക്കപ്പോഴും രാഷ്ട്രീയ പിന്തുണ ഉണ്ടാകാറില്ല. ഇവിടെയും അതുതന്നെയാണ് സംഭവിച്ചത്. കുറെ മത്സ്യത്തൊഴിലാളികളുടെ ഇച്ഛാശക്തിയും മാനസിക ഐക്യവുമാണ് ഈ സമരത്തെ ഇത്രയും വിജയത്തിലെത്തിച്ചത്. കരിമ്പനകളും കാറ്റടിമരങ്ങളും നിറഞ്ഞ കൂടംകുളത്തെ ഈ ഭൂമി വരണ്ടുണങ്ങിയതെങ്കിലും സ്വച്ഛവും ശാന്തവുമായിരുന്നു. എന്നാൽ ആണവവിരുദ്ധ പോരാട്ടങ്ങളും അതിനെതിരെയുള്ള അടിച്ചമർത്തലുകളും കൂടംകുളത്തെ ഇന്ന് കലാപഭൂമിയാക്കിയിരിക്കുന്നു. കഴിഞ്ഞ 1 വർഷത്തിലധികമായി കൂടംകുളത്ത് നടക്കുന്ന ആണവവിരുദ്ധ സമരത്തെ ജയലളിതയുടെ സർക്കാർ അടക്കമുള്ള രാഷ്ട്രീയ പാർട്ടികൾ ആദ്യഘട്ടത്തിൽ അനുകൂലിച്ചുവെങ്കിലും പിന്നാലെ അവർ നിലപാട് മാറ്റുകയാണ് ഉണ്ടായത്. രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളുടെ പിന്തുണയില്ലാതെ നടക്കുന്ന സമരങ്ങൾ ജനാധിപത്യ വിരുദ്ധ സമരങ്ങളായി ചിത്രീകരിക്കപ്പെടുന്ന പതിവ് കാഴ്ചയാണ് കൂടംകുളത്ത് പിന്നീട് കണ്ടത്. 1 വർഷത്തിലധികം നീണ്ട സഹന സമരത്തിനൊടുവിൽ ഈ മാസം 9-ന് സമരസമിതി പ്രവർത്തകർ ആണവ നിലയത്തിന് കുറച്ചകലെ കുത്തിയിരുന്ന് സമരം നടത്താനെത്തി. നിലയത്തിന്റെ സംരക്ഷിത മേഖലയ്ക്ക് പുറത്തായിരുന്നു 1000-ഓളം വരുന്ന സമരക്കാരുടെ പ്രതിഷേധം. സമരമുഖത്തെത്തിയ പോലീസ് അവരോട് ഒഴിഞ്ഞു പോകാൻ ആവശ്യപ്പെട്ടുവെങ്കിലും സമരക്കാർ കൂട്ടാക്കിയില്ല. തുടർന്ന് സമരക്കാരെ ഒഴിപ്പിക്കാൻ ശ്രമിച്ച പോലീസിനു നേരെ സമരക്കാരുടെ ഭാഗത്തുനിന്ന് ആക്രമണമുണ്ടായി. കൂടംകുളത്തെ തെരുവുകളിൽ പിന്നീട് കണ്ടത് അക്ഷരാർത്ഥത്തിൽ നരനായട്ടായിരുന്നു. കണ്ണിൽ കണ്ടവരെയെല്ലാം പോലീസ് അടിച്ചൊതുക്കി. സ്ത്രീകൾക്കും കുട്ടികൾക്കും നേരെയും ആക്രമണമുണ്ടായി. ടിയർ ഗ്യാസും ഗ്രനേഡും പോലീസ് പ്രയോഗിച്ചു. ഭയന്ന് ചിതറിയോടിയ സമരക്കാരെ പോലീസ് പിന്തുടർന്ന് ആക്രമിച്ചു. നൂറുകണക്കിന് മത്സ്യത്തൊഴിലാളികൾക്ക് അക്രമത്തിൽ പരിക്കേറ്റു. കൂടംകുളത്ത് മാത്രമല്ല തൂത്തുക്കുടി ഉൾപ്പെടെയുള്ള മറ്റ് തീരദേശ പ്രദേശങ്ങളിലേക്കും ഈ അക്രമം പടർന്നു. இன்றைக்கு வரைக்கும் இனி மேல அப்படிதான் போராடும். எங்க போராட்டம் மதிப்பு கொடுத்து முதலமைச்சர் ஜெயலலிதா வந்து இறங்குது. முதலமைச்சர் சொல்றதுக்கே நாவெல்லாம் கூசுது. எல்லா குழந்தைகளும் மயக்கம் அடைஞ்சு அவங்க வீசின குண்டுல ஒரு பெண் மயங்கி கீழே விழுந்தது பிறகு போலீஸ் தூக்கிட்டு போனாங்க. அதுல எங்களுக்கெல்லாம் நல்ல அடி அடினா அது போல அடி. கோயில் ஒரு தேவாலயம் பார்க்காம
போலீஸார் அராஜகம் பண்ணி இந்த பந்தலுக்குள்ள கடந்த டியூப் அவ்வளத்தையும் உடைச்சி பேனர் அவ்வளத்தையும் கிழிச்சு இந்த இதெல்லாம் கடந்த இங்க வந்து அவ்வளவு போலீஸாரும் ஒண்ணுக்கு போய் எங்க கோயிலுக்குள்ள போய் எங்க தேவாலயத்துல இருந்த சுருபங்களுக்கு உடுத்திருந்த சேலைகளை உறிஞ்சி சுருபங்களை எல்லாம் உடைச்சி ഇത് ഒരു ഇതാ ചുടുകാടാവേ മാറ്റിട്ട് വെച്ചാ. ആക്രമണം ഒരു ദിവസം കൊണ്ട് അവസാനിച്ചില്ല. പിന്നീടുള്ള രാത്രികളിൽ കൂടംകുളത്തെ മിക്ക ഗ്രാമങ്ങളിലും പോലീസ് അഴിഞ്ഞാടി. പുരുഷന്മാരെ തേടി വീടുകളിലെത്തിയ പോലീസ് സ്ത്രീകളെയും കുട്ടികളെയും വെറുതെ വിട്ടില്ല. குண்டுகோட்டையில எந்திரிச்சு ஓடி வந்த இடத்துலாம் பிடிச்சி வச்சு லத்திகம் பழாச்சி வச்சு அடிச்சார். அதுல வச்சு எந்தி ஓடுங்க உங்களுக்கு என்ன சொல்லி விரட்டி இப்படி எங்கூட അടിച്ചിട്ട് அந்த മുറയെല്ലാം அப்படி കായും. തെരുവ് യുദ്ധം നടന്ന കൂടംകുളത്ത് പിന്നീട് കണ്ടത് ശ്മശാന മൂകതയാണ്. ജനജീവിതം പാടെ സ്തംഭിച്ചു. തിരക്കേറിയ നാഗർകോവിൽ രാമേശ്വരം പ്രധാന പാതയിൽ വാഹനങ്ങൾ ഓടിയില്ല. ആണവ നിലയത്തിന് ചുറ്റുമുള്ള ഇടറോഡുകൾ വരെ സമരക്കാർ വെട്ടിപ്പൊളിച്ചു. കരിങ്കല്ലും വലിയ തടിക്കഷ്ണങ്ങളും കൊണ്ട് അവർ പ്രതിരോധം തീർത്തു. പോലീസിനെ അകറ്റാൻ ഇത്രയൊക്കെ ചെയ്തുവെങ്കിലും ഭീതിയുടെ രാത്രികളിൽ അവർ ഉറങ്ങാതെ കാത്തിരുന്നുവെന്നതാണ് വാസ്തവം. ഗ്രാമങ്ങൾ സംഘർഷത്തിൽ കത്തിയമരുമ്പോഴും എല്ലാം ഭദ്രമെന്ന് പറയാനായിരുന്നു പോലീസ് ശ്രമിച്ചത്. പോലീസ് അതിക്രമങ്ങൾ പകർത്തിയ മാധ്യമപ്രവർത്തകരെ പോലീസ് ആക്രമിച്ചു. ക്യാമറകൾ തല്ലിത്തകർക്കുകയും മാധ്യമപ്രവർത്തകരെ ദൃശ്യങ്ങൾ പകർത്തുന്നതിൽ നിന്ന് വിലക്കുകയും ചെയ്തു. CRPF-ഉം റാപ്പിഡ് ആക്ഷൻ ഫോഴ്സും തമിഴ്നാട് പോലീസും ചേർന്ന വൻ സംഘമാണ് സായുധമായി ഈ സമരത്തെ നേരിട്ടത്. Everything is under control. Anybody who breaks law will be taken to task. That's it. Everything is under control. You can see that everything is normal. போலீஸ் மக்களுக்கு எதிராக இல்லை. யார் நம்ம இடிந்துக்கிற மக்கள் நம்ம மக்கள் தான். நாம யாரும் ஒரு எதிராக இல்லை. பட் இந்த மாதிரி சட்டக்கு எதிராக வேலைகள் பண்ணக்கூடாது. குழந்தைகள், ஆண்கள், பெண்கள் எல்லாருமே ஊருக்கு வாபஸ் போகணும், அமைதியாக போகணும்னு சொல்லியிருக்கோம். 1988 കൂടംകുളം ആണവ നിലയത്തിന്റെ ആദ്യഘട്ട ചർച്ചകൾ ആരംഭിച്ചത്. ലോകത്തെ പ്രബല ശക്തിയായിരുന്ന സോവിയറ്റ് യൂണിയനുമായി ചേർന്ന് നിലയം സ്ഥാപിക്കാനായിരുന്നു ആദ്യ നീക്കം. അന്നു മുതൽ തന്നെ ആണവ പദ്ധതിക്കെതിരെയുള്ള ജനകീയ പ്രക്ഷോഭം ആരംഭിച്ചിരുന്നു. കന്യാകുമാരിയിൽ അക്കാലത്ത് നടന്ന പ്രക്ഷോഭ സമരത്തെ പോലീസ് നേരിടുകയും വെടിവയ്പിൽ 4 പേർ കൊല്ലപ്പെടുകയും ചെയ്തു. തുടർന്ന് സോവിയറ്റ് യൂണിയന്റെ തകർച്ചയോടെ പദ്ധതി ഉപേക്ഷിക്കപ്പെട്ട നിലയിലായി. പിന്നീട് 2001 ആണവ നിലയത്തിന്റെ ചർച്ചകൾ പുനരാരംഭിച്ചത്. റഷ്യയുടെ സഹകരണത്തോടെ പദ്ധതി ക്രമേണ ആരംഭിച്ചു. എന്നാൽ ജനകീയ പ്രതിരോധം പഴയ പോലെ കരുത്താർജിച്ചില്ല. 2011 കൂടംകുളം ആണവ നിലയത്തിനെതിരെയുള്ള ജനകീയ പ്രതിരോധം ഇന്നു കാണുന്ന കരുത്താർജിച്ചത്. ഇപ്പൊ ഈ രണ്ടാം ഘട്ടം തുടങ്ങിയിരിക്കുന്ന സമരം എന്ന് പറയുന്നത് ജനങ്ങളുടെ സമരമാണ്. ഇത് മറ്റു സ്റ്റേറ്റിൽ നിന്നോ മറ്റുള്ള പ്രദേശത്തു നിന്നോ വന്നിട്ടുള്ള ആളുകളല്ല. നിങ്ങൾ കഴിഞ്ഞ കുറേ ദിവസമായിട്ട് കണ്ടിട്ടുണ്ട്. ഇവിടെ അവരുടെ ജീവൻ നിലനിൽപ്പിന്റെ എന്ന് പറയുന്ന ജീവന് വേണ്ടിയിട്ടുള്ള അവരുടെ സമരമാണ്. അവർ വളരെ വ്യക്തമായിട്ട് ഇവിടുത്തെ ഓരോ കുട്ടിയെ നിങ്ങൾ ചോദിച്ചാലും കുട്ടി പറയും എന്താണ് അവളുടെ ജീവിതത്തിൽ ഈ സമരം കണ്ട് ഉണ്ടാകാൻ പോകുന്നത്. അത്രയും വളരെ പഠിപ്പിച്ചുകൊണ്ട് അല്ലെങ്കിൽ അവരുടെ അനുഭവത്തിൽ നിന്നുകൊണ്ട് അവർ പഠിച്ചു നിന്നുകൊണ്ട് വന്നിട്ടുള്ള സമരമാണ്. ഈ സമരത്തിന് തകർക്കാൻ ഒന്നും ആവത്തില്ല. ഇവർ പലരും പല ആരോപണങ്ങളും കണ്ടിട്ടുണ്ട്. വിദേശ ഫണ്ട് പറഞ്ഞിട്ടുണ്ട്, ചാര സംഘടനകൾ ഇതിന്റെ പിന്നിലെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇവിടെ ഒരുപാട് ആരോപണങ്ങൾ വന്നിട്ടുണ്ട്. ആ ആരോപണങ്ങൾക്ക് അതീതമായിട്ടാണ് ഈ ജനം ഇവിടെ വന്ന് കൂടിയിരിക്കുന്നത്. സാധാരണക്കാരായ മത്സ്യത്തൊഴിലാളികളുടെ പോരാട്ട വീര്യമാണ് കൂടംകുളം സമരത്തെ ലോകശ്രദ്ധയിലേക്ക് എത്തിച്ചത്. ജീവിക്കാനുള്ള അവകാശത്തിനായി ഇരുന്തിക്കരയിലെ ഈ പള്ളിമുറ്റത്ത് പോരാടാനെത്തിയവരിൽ കൈക്കുഞ്ഞുങ്ങൾ മുതൽ 90 കഴിഞ്ഞവർ വരെയുണ്ട്. രാഷ്ട്രീയ നേതൃത്വമില്ലാതെ ഒരു കൂട്ടം മത്സ്യത്തൊഴിലാളികളുടെ കൂട്ടായ്മയിലാണ് കൂടംകുളത്തെ സമരത്തിന്റെ രണ്ടാം ഘട്ടം ആരംഭിച്ചത്. 2011 സെപ്റ്റംബർ 11 ഇടിന്തിക്കരയിലെ പള്ളിമുറ്റത്ത് കെട്ടിയ പടുകൂറ്റൻ പന്തൽ ഇവരുടെ സമരാവേശത്തിന് തണലേകി. സ്ത്രീകളും കുട്ടികളുമടക്കമുള്ളവർ രാപകൽ ഭേദമില്ലാതെ സമരപ്പന്തലിൽ ഒത്തുകൂടി. ഗാന്ധിയൻ മാർഗത്തിലൊന്നിയുള്ള സമരം ദിനങ്ങളും മാസങ്ങളും കടന്ന് ചരിത്രത്തിലേക്ക് തന്നെ കാലെടുത്തു വച്ചു. நாங்கள் அடித்து துரத்தப்பட்டு இங்கே வந்து சேர்ந்தோம். எங்களுடைய ஒருங்கிணைப்பாளர் மற்றும் என்னை போன்ற ஒருங்கிணைப்பாளர்களை கைது செய்வதற்காக போலீஸ் சுற்றி வந்து கொண்டிருக்கிறது. இப்படிப்பட்ட நேரத்திலே நாங்கள் எங்களோடு போராடுகின்ற, எங்களோடு துணை நிற்கின்ற, எங்களுக்காக பேசுகின்ற அரசியல் கட்சிகள், அமைப்புகள், இயக்கங்கள் அனைத்தையும் நாங்கள் தொடர்பு கொண்டிருக்கிறோம்.
எங்களுக்காக போராடுற மக்களை தொடர்பு கொண்டிருக்கிறோம். അരിഷ്ടിച്ച് രണ്ടുനേരം മാത്രം ആഹാരം കഴിച്ച് ഇവർ നടത്തിയ ഈ സമരത്തിന് നേരെ തമിഴകത്തിന്റെയും ഭരണകൂടങ്ങളുടെയും മനസാക്ഷി കൺതുറന്നില്ല. ഒടുവിൽ സമരത്തിന്റെ 393-ാം ദിവസം കടൽക്കരയിൽ നടന്ന പ്രക്ഷോഭത്തിന് നേരെ പോലീസ് ആക്രമണം അഴിച്ചുവിട്ടതോടെ കൂടംകുളവും സമരവും ലോകത്തിന്റെ തന്നെ ശ്രദ്ധാകേന്ദ്രമായി. വിദേശ ഫണ്ടിന്റെ സ്വാധീനത്തിലും വിദേശ ശക്തികളുടെ നിയന്ത്രണത്തിലും നടക്കുന്നതാണ് കൂടംകുളത്തെ ആണവ നിലയത്തിനെതിരെയുള്ള സമരമെന്നാണ് കേന്ദ്ര സർക്കാരിന്റെ വാദം. രഹസ്യാന്വേഷണ ഏജൻസികളുടെ ഇത്തരം നിരീക്ഷണങ്ങൾ ഈ സമരത്തിന്റെ വിശ്വാസ്യതയ്ക്ക് മേൽ പോർലേൽപ്പിച്ചു വന്നതും വസ്തുതയാണ്. രാഷ്ട്രീയ പിന്തുണയേക്കാളുപരി കരുത്തുറ്റ നേതൃത്വമായിരുന്നു കൂടംകുളത്തെ സാധാരണക്കാരുടെ സമരത്തിന്റെ പ്രത്യേകത. ഭരണകൂടങ്ങൾക്കും അതിനുവേലെ പറക്കുന്ന കോർപ്പറേറ്റുകൾക്കുമെതിരെ ബൗദ്ധികമായി പോരാടാൻ ഇവരെ പ്രാപ്തരാക്കിയത് SP ഉദയകുമാർ എന്ന മനുഷ്യനാണ്. നാഗർകോവിൽ സ്വദേശിയായ ഉദയകുമാർ നിരവധി വർഷം അമേരിക്ക അടക്കമുള്ള വിദേശ രാജ്യങ്ങളിൽ അധ്യാപകനായി ജോലി നോക്കിയിട്ടുണ്ട്. നീണ്ട പ്രവാസത്തിന് ശേഷം തിരിച്ചെത്തിയ ഉദയകുമാർ നാഗർകോവിൽ ആസ്ഥാനമാക്കി സൗത്ത് ഏഷ്യൻ കമ്മ്യൂണിറ്റി സെന്റർ ഫോർ എഡ്യൂക്കേഷൻ ആൻഡ് റിസർച്ച് ആരംഭിച്ചു. ആണവ നിലയത്തിനെതിരെയുള്ള പ്രചാര പ്രവർത്തനങ്ങൾ ഏറ്റെടുത്ത ഉദയകുമാർ ക്രമേണ ജനകീയ സമരസമിതിയുടെ അമരത്തെത്തുകയായിരുന്നു. നാട് മുഴുക്ക ലക്ഷക്കണക്കാன கோடி பணம் எல்லா துறைகளிலும் கொள்ளையடிக்கப்படுகிறது. பிரதமர் முதல் பியூன் வரை யாருமே எதற்கும் பொறுப்பேற்காத சூழ்நிலையில் எங்கள் மக்கள் சாதாரண மக்கள் பொறுப்பேற்க வேண்டும் என்று கேட்பது வேடிக்கையாகவும் வேதனையாகவும் இருக்கிறது. நாங்கள் பொறுப்பேற்பதற்கு தயாராக இருக்கிறோம். കേന്ദ്ര സർക്കാർ തയ്യാറാക്കിയ വിദേശ പണം പറ്റുന്ന സംഘടനകളുടെ പട്ടികയിൽ കൂടംകുളം സമരസമിതിയും ഉൾപ്പെട്ടതോടെയാണ് ഉദയകുമാറും സമരസമിതിയും ഏറെ ശ്രദ്ധിക്കപ്പെടുന്നത്. തുടർന്ന് ഉദയകുമാറിന്റെ ഓഫീസും വീടും അന്വേഷണ ഏജൻസികൾ നിരന്തരം അരിച്ചുപറക്കി. പിന്നീടാണ് സമരത്തിന്റെ ബുദ്ധികേന്ദ്രമായ ഉദയകുമാറിനെ പിടികൂടാൻ പോലീസ് തീരുമാനിച്ചത്. ഇരിന്തിക്കരയിലെ സംഘർഷത്തോടെ പോലീസിന് അതിനുള്ള പഴുതും ലഭിച്ചു. നിരോധനാജ്ഞ ലംഘിച്ചതിന് 2 കേസുകളാണ് ഉദയകുമാറിനെതിരെ പോലീസ് രജിസ്റ്റർ ചെയ്തത്. ഭാര്യ മീരയെയും പോലീസ് കേസിൽ പ്രതിയാക്കി. ഗ്രാമങ്ങളിൽ തിരച്ചിൽ നടത്തിയ പോലീസ് അതിക്രമങ്ങൾ കാട്ടിയതിനെ തുടർന്ന് ഒളിവിൽ നിന്ന് പുറത്തുവന്ന ഉദയകുമാർ സ്വയം കീഴടങ്ങാൻ തീരുമാനിച്ചു. എന്നാൽ സമരസമിതിക്കാരുടെ നിർബന്ധത്തിന് വഴങ്ങി പിന്നീട് ആ നീക്കം ഉപേക്ഷിച്ചു. ഒളിവിൽ പോയ ഉദയകുമാർ പിന്നീട് അവിടെ നിന്ന് സമരം നിയന്ത്രിച്ചു. இன்றைக்கு நிராயுத பாணிகளாக நின்று போராடிக்கொண்டிருக்கிற நம்மை மிரட்டுவதற்கு வருகின்றன. இதிலிருந்தே தெரிகிறது மத்திய மாநில அரசுகள் யாருக்காக உழைக்கிறார்கள், அவர்களுடைய நிலைப்பாடு என்ன என்று நமக்கு தெளிவாக தெரிகிறது. இதுதான் இந்த நாட்டிலே இன்றைய அரசியல் യഥാർത്ഥം. കൂടംകുളം സമരം ദിനം പ്രതി ശക്തി പ്രാപിച്ചതോടെ പ്രതിരോധിക്കാൻ കഴിയാതായ സർക്കാരുകൾ സമരത്തിന്റെ വിശ്വാസ്യതയെ ചോദ്യം ചെയ്തുകൊണ്ടാണ് തിരിച്ചടിച്ചത്. അമേരിക്കൻ താൽപര്യങ്ങൾക്കനുസരിച്ച് നടക്കുന്ന സമരമാണിതെന്ന പ്രചാരണമുണ്ടായി. ഉദയകുമാറിന്റെ നീണ്ട വർഷക്കാലത്തെ അമേരിക്കൻ ബന്ധവും ഇതിനുദാഹരണമായി ഇവർ ചൂണ്ടിക്കാട്ടി. സമരപ്പന്തലിലേക്ക് ദിനംപ്രതി വന്നിറങ്ങുന്ന ലോറി കണക്കിന് ഭക്ഷ്യസാധനങ്ങളുടെ ഉറവിടത്തെക്കുറിച്ചും ആരോപകർ സംശയമുന്നയിച്ചു. എന്നാൽ സാധാരണക്കാരായ മത്സ്യത്തൊഴിലാളികളുടെ സഹായമാണ് സമരത്തിന്റെ കാതലെന്ന് ജനകീയ സമിതി വ്യക്തമാക്കുന്നു. ഈ സർക്കാർ നമ്മൾക്ക് മേലുള്ള അത്ര കംപ്ലൈന്റും ഇതെല്ലാം തെറ്റാണ്. ഇത് നമ്മൾ നടത്തുന്നത് സമരം ഈ സാധാരണ മക്കളെ കൊണ്ട് നടത്തുന്ന സമരം. ഇതിൽ ഫാറിനറുടെ ഏത് സപ്പോർട്ടും ഇല്ല. നമ്മൾ നാട്ടുകാരുടെ മാത്രം നാട്ടിൽ കിട്ടുന്ന പൈസകൾ വെച്ച് മാത്രം നമ്മൾ ചെയ്യുന്നുണ്ട്. പൈസ ഇത് ജാസ്തി പൈസ കൊണ്ടൊന്നും കാര്യമില്ല. ഒരു പെർമനന്റ് ഒരു മറ്റേ പന്തലിട്ടിരിക്കുന്ന മറ്റേ വെള്ളം മാത്രം രാവിലെ 10 മണിയിലിരുന്ന് വൈകുന്നേരം 5 മണി വരെ വെള്ളം മാത്രം കുടിച്ചിട്ടാണ് ഈ സമരം നടത്തുന്നത്. ഇതിൽ പൈസ കൊണ്ട് എന്തോ ഒരു കാര്യവുമില്ല. വിദേശ ഫണ്ടുകളുണ്ടോ ഇല്ലയോ എന്നതിനപ്പുറം കരുതലും ആസൂത്രണവുമുള്ള സമരമായിരുന്നു ഇരിന്തിക്കരയിലെന്ന് സമ്മതിക്കാതെ വയ്യ. സോഷ്യൽ നെറ്റ്വർക്കുകളിൽ ഈ സമരത്തിന്റെ വാർത്തകളും ദൃശ്യങ്ങളും ഇടമുറിയാതെ വന്നുകൊണ്ടിരിക്കുന്നു. ന്യൂ ജനറേഷൻ മീഡിയകളിലൂടെ നടക്കുന്ന ഈ പോരാട്ടമാണ് കൂടംകുളം സമരത്തെ ഇത്രയും ലോകശ്രദ്ധയിലെത്തിച്ചത്. ആണവ നിലയത്തിലെ ഉപയോഗത്തിന് ശേഷം പുറന്തള്ളുന്ന 3 കോടി ലിറ്റർ തിളച്ച വെള്ളം ഈ മേഖലയിലെ മത്സ്യസമ്പത്തിനെ മാത്രമല്ല പരിസ്ഥിതിയെ തന്നെ ദോഷകരമായി ബാധിക്കുമെന്ന് ഉറപ്പാണ്. കൂടംകുളത്ത് നിന്നും പുറന്തള്ളുന്ന ഈ 3 കോടി ലിറ്റർ തിളച്ച വെള്ളം
കൊല്ലം കടപ്പുറം വരെ എത്തുമെന്നാണ് പരിസ്ഥിതി പ്രവർത്തകർ പറയുന്നത്. 15,000 കോടി രൂപ മുടക്കി പ്രവർത്തന ഘട്ടം വരെ എത്തിയ ഈ പദ്ധതിയെ ഇനിയെന്തിന് എതിർക്കണമെന്നാണ് പ്രമുഖ രാഷ്ട്രീയ കക്ഷികൾ ഉൾപ്പെടെയുള്ളവരുടെ ചോദ്യം. എന്നാൽ പദ്ധതിയുടെ തുടക്കം മുതൽ ഇവിടുത്തെ മത്സ്യത്തൊഴിലാളി ഗ്രാമങ്ങളിൽ നടന്ന ഗാന്ധിയൻ സമരങ്ങളെ ഇവർ ബോധപൂർവം മറക്കുകയാണെന്നതാണ് സത്യം. ആണവ നിലയത്തിന് ചുറ്റും ഉരുക്കുവേലി നിർമ്മിച്ച് സംരക്ഷിത മേഖലയാക്കി എല്ലാം ഭദ്രമാക്കിയെന്നാണ് അധികൃതരുടെ വിശദീകരണം. എന്നാൽ ആണവ വികിരണങ്ങൾക്ക് ഭൂമിശാസ്ത്രപരമായ അതിർവരമ്പുകൾ ബാധകമാകില്ലെന്ന സാമാന്യ യുക്തിയെയാണ് ഇതിലൂടെ ഇവർ പരിഹസിക്കുന്നത്. ഭീകരനാശം വിതച്ച സുനാമിക്ക് ശേഷം ജപ്പാനിൽ മാത്രം 56ഉം ലോകത്താകമാനം നിരവധി ആണവ നിലയങ്ങളും അടച്ചുപൂട്ടിയ സാഹചര്യത്തിലാണ് പുതിയ നിലയം ഇവിടെ സ്ഥാപിക്കുന്നത്. ആണവ റിയാക്ടറുകൾക്കുള്ളിലെ ചൂട് ക്രമീകരിക്കുന്നതിനുള്ള വെള്ളം കടലിൽ നിന്നാണ് ശേഖരിക്കുന്നത്. 3 കോടി ലിറ്റർ ജലം ഒരു ദിവസം ഇതിനായി ആവശ്യം വരും. വലിയ ശക്തിയിൽ റിയാക്ടറുകളിലേക്ക് വലിച്ചെടുക്കുന്ന ജലത്തിൽപ്പെടുന്ന മത്സ്യങ്ങൾ ചത്തുവീഴുമെന്നുറപ്പ്. അതിനുമപ്പുറം ഒരു ദിവസത്തെ ഉപയോഗത്തിനു ശേഷം പുറന്തള്ളുന്ന തിളച്ച വെള്ളം ഈ മേഖലയിലെ മത്സ്യസമ്പത്തിനെ പൂർണ്ണമായും നശിപ്പിക്കുമെന്നും വിദഗ്ധർ പറയുന്നു. വമ്പൻ ശക്തിയിൽ തിളച്ച വെള്ളം റിയാക്ടറിൽ നിന്നും പുറന്തള്ളുമ്പോൾ അത് കൊല്ലം കടപ്പുറം വരെ എത്തുമെന്നറിയുമ്പോഴാണ് ഇതിന്റെ ഭീകരത മനസ്സിലാകുക. ഇരിന്തിക്കരയിലെ കടപ്പുറത്ത് ഒതുങ്ങിക്കൂടിയിരുന്ന കൂടംകുളം ആണവവിരുദ്ധ സമരം ലോകശ്രദ്ധ നേടിയതോടെ ജനകീയ പിന്തുണയേറുന്ന കാഴ്ചയാണ് കണ്ടത്. തമിഴ്നാട്ടിലെ പ്രധാന രാഷ്ട്രീയ കക്ഷികളും മനുഷ്യാവകാശ പ്രവർത്തകരും സമരപ്പന്തലിലേക്ക് ഐക്യദാർഢ്യവുമായി എത്തി. கடல் அவர்களுடைய மடி, அவர்களுடைய வீடு. ஆயிரக்கணக்கான ஆண்டுகளாக அங்க போய் எப்படி அடிக்கலாம்? அடித்த போது அவர்கள் வேறு வழி இல்லாம மண்ணப்படி எறிகிறாங்க, அவ்வளவுதான். கைகள் எந்த ஆயுதமும் கிடையாது. இந்த அடக்குமுறை நடத்துவதற்கு யார் காரணமோ அந்த காவல்துறை அதிகாரிகள் பணி நீக்கம் செய்யப்பட வேண்டும். Are these people unarmed people, poor people capable of sedition? Everywhere in the country, Fasim Trivedi makes some cartoons and protests against corruption. He is charged with sedition. Here SP Uday Kumar is charged with sedition. The poor people protesting against a bad nuclear plant, they are charged with sedition. Everyone in this country is being charged with sedition. ആണവ നിലയത്തിന്റെ ദുരിതം തമിഴ്നാട്ടിനേക്കാൾ ഏറെ പേരേണ്ടി വരിക കേരളമാണെന്ന തിരിച്ചറിവാണ് ഇവിടുത്തെ സാംസ്കാരിക പ്രവർത്തകരെ പ്രതിഷേധത്തിന് പ്രേരിപ്പിച്ചത്. പാർട്ടി നിലപാടിനെ തന്നെ വെല്ലുവിളിച്ച് VS അച്യുതാനന്ദൻ പോലും ആണവ നിലയത്തിനെതിരെ സമരത്തിന് മുൻകൈയെടുത്തു. വളരെ ഗൗരവതരമായ ഒരു പ്രശ്നമാണ് കൂടംകുളം ആണവ നിലയ പദ്ധതി. അത് സംബന്ധിച്ച് ശരിയായ പഠനം നടത്തി ജനങ്ങൾക്കും ഭാവി തലമുറകൾക്കും ഒരു തരത്തിലുള്ള ക്ഷീണവും വരുന്നതല്ല എന്ന് പഠന റിപ്പോർട്ട് ലഭിച്ചതിന് ശേഷം മാത്രമേ കൂടംകുളം പദ്ധതിയുമായി മുന്നോട്ട് പോകാവൂ. സമരത്തിലേർപ്പെടുന്ന ആളുകളെ ലാത്തിച്ചാർജോ മർദ്ദനം വെടിവെപ്പോ എന്ന് നടത്തുന്നത് ശരിയായ നടപടിയല്ല. അത് അത്യന്തം പ്രതിഷേധാർഹമായ നടപടികളാണ്. അത് തുടരരുത് എന്നാണ് എനിക്ക് ഈ അവസരത്തിൽ തമിഴ്നാട് ഗവൺമെന്റിനോട് ആവശ്യപ്പെടാനുള്ളത്. തൊട്ടപ്പുറത്ത് നമ്മുടെ അയൽക്കാരെന്ന് പറയാനൊക്കില്ല, നമ്മുടെ സ്വന്തം സഹോദരങ്ങൾ ഇതേ ഒരു വലിയ വലിയ ദുഃഖത്തിന്റെ ഭീതിയുടെ നടുവിൽ കിടന്ന് പൊരിയുകയാണ്. അവരോട് ഐക്യദാർഢ്യം പ്രഖ്യാപിക്കാൻ സാധ്യമല്ല എന്നുറക്കെ അവരോടൊപ്പം പ്രഖ്യാപിക്കുവാൻ നമ്മളും കൂടെ എത്തുകയാണ്. തമിഴ്നാട് നേരിടുന്ന കടുത്ത വൈദ്യുതി ക്ഷാമം പരിഹരിക്കാൻ കൂടംകുളം ആണവ പദ്ധതിക്കാകുമെന്നാണ് പദ്ധതിയെ അനുകൂലിക്കുന്നവരുടെ വാദം. എന്നാൽ പാരിസ്ഥിതിക നാശത്തിന് വിധേയമായിക്കൊണ്ട് 900 മെഗാവാട്ട് നേടുന്നതിനേക്കാൾ മറ്റ് ഊർജ്ജ പദ്ധതികൾക്ക് വേണ്ടി ശ്രമിക്കണമെന്ന് പരിസ്ഥിതി പ്രവർത്തകരും വാദിക്കുന്നു. ജീവിക്കാനുള്ള അവകാശത്തിനായി ലോകത്താകമാനം നടക്കുന്ന സമരങ്ങളിലൊന്നാണ് കൂടംകുളം ആണവ വിരുദ്ധ സമരവും. മനുഷ്യചരിത്രത്തിലെ ഇത്തരം സമരങ്ങളിൽ പലതും വിജയിക്കുകയും ചിലത് പരാജയപ്പെടുകയും ചെയ്തിട്ടുണ്ട്. കൂടംകുളം സമരത്തിന്റെ അന്തിമഫലം എന്തായാലും നീതിക്കായുള്ള ജനകീയ പോരാട്ടങ്ങളിൽ ഐതിഹാസിക മാനമായിരിക്കും കൂടംകുളത്തിന് ലഭിക്കുക. കുടിവെള്ളവും തൊഴിലും നഷ്ടപ്പെടുത്തിക്കൊണ്ടുള്ള യാതൊരു വികസനവും നാടിന് വേണ്ടെന്ന സന്ദേശമാണ് കൂടംകുളം സമരം നൽകുന്നത്. സ്പെഷ്യൽ കറസ്പോണ്ടന്റ് ഈ ലക്കം ഇവിടെ അവസാനിക്കുന്നു. ഇനി മറ്റൊരു വിഷയവുമായി അടുത്ത ആഴ്ച കാണുമ്പോഴേക്കും നമസ്കാരം.